ഹായ്, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇന്നലെ ഇട്ട വീഡിയോയ്ക്കകത്ത് പ്രദീപ് ഇന്ന് കുടി നിർത്താനുള്ള ഒറ്റമൂലി നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരുമെന്ന്. പക്ഷെ എന്തു പറയാനായിട്ട്, സങ്കടകരമായ ഒരു സംഭവം. സന്ദീപിന്റെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് വയറുവേദനയായിട്ട് അവർ ഹോസ്പിറ്റലിലാണ്. അതുകൊണ്ട് സന്ദീപിന് പറഞ്ഞു തരാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. എന്നെ വിളിച്ചിട്ടുമില്ല. കൊച്ചങ്ങോട്ട് വിളിച്ചപ്പോഴാണ് പറയുന്നത്, എടാ ഞാൻ ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞു. അപ്പം അമ്മേനെയും കൊണ്ട് തിരിച്ച് വീട്ടിൽ ചെന്നാൽ ഉടൻ തന്നെ നിങ്ങൾ ആവശ്യപ്പെട്ട ഈ ടിപ്പ് സന്ദീപിന്റെ വോയിസ് ക്ലിപ്പായിട്ട് നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. അതുവരെ നിങ്ങൾ ആരും പിണങ്ങാനും പറ്റത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇച്ചിരി കട് കെട്ടിയാന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ഇട്ട് തരാമെന്ന് വെച്ചത്. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിൽ 100-ൽ 98 പേരുമുണ്ടല്ലോ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുമാണ്. പക്ഷെ ഇങ്ങനെ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യാനേ പാടില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീടിൻ്റെ അടുത്തെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും എല്ലാ കാര്യങ്ങളും ഇടുക്കി ജില്ലയിലാണോ നടക്കുന്നതെന്ന്. ഇത് പണ്ട് നടന്ന ഒരു കാര്യമാണ് കേട്ടോ. അതെന്താന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ ബസ്സിൽ പോയാലും കാറിന് പോയാലും എങ്ങനെ പോയാലും ഉണ്ടല്ലോ, കാൽനടയല്ലാതെ എങ്ങനെ പോയാലും നമ്മൾ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്. അത് ഭയങ്കര തെറ്റാ. നമ്മൾ അമ്പലം കണ്ടാലും ശരി, പള്ളി കണ്ടാലും ശരി, മുസ്ലിം പള്ളി കണ്ടാലും ശരി, നമ്മൾ ഉടനെ പേഴ്സ് തുറക്കുന്നു. ഒന്നും മനസ്സിൽ ഓർക്കണ്ട. അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന കോയിൻ എടുത്തിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഒരൊറ്റ വലിച്ചേറാ. ശരിയല്ലേ ഞാൻ ഈ പറഞ്ഞത്? ഈ വലിച്ചെറിഞ്ഞ് ധർമ്മം മേടിക്കേണ്ട ഗതികേട് നമ്മുടെ ദൈവങ്ങൾക്കുണ്ടോ? ഏത് ദൈവമായിട്ട്, യേശു ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൃഷ്ണനായിക്കോട്ടെ, അല്ലെ മുസ്ലിം പള്ളിയിൽ അവര് ആരാധിക്കുന്ന അള്ളാഹു ആയിക്കോട്ടെ, ആർക്കാണെങ്കിലും നമ്മൾ ഈ വലിച്ചെറിഞ്ഞിട്ട് കൊടുക്കുന്നതിന്റെ ആവശ്യം അവർക്കുണ്ടോ? അവരെന്നെ റേഷൻ മേടിക്കാനായിട്ട് അത്ര ദാരിദ്ര്യം പിടിച്ചിരിക്കുവാണ്. നമ്മൾ ഈ എറിഞ്ഞിട്ട് കൊടുക്കുന്ന കോയിൻ എടുത്തുകൊണ്ട് പോയി ഓടിച്ചെന്ന് റേഷൻ മേടിക്കാനായിട്ട്. ഇത് കാര്യമൊന്നും വേണ്ട. എനിക്ക് പലപ്പോഴും അനുഭവമുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾ പൂമാലയിൽ ബസ്സിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും അവിടെ കൊന്താലപ്പള്ളി, അത് വെച്ചാൽ ഫേമസ് പള്ളിയാണ്, മുസ്ലിം പള്ളി. ഈ ബസ്സിൽ ഇരിക്കുന്നവർ മുഴുവൻ അങ്ങോട്ട് വരുമ്പോഴത്തേനും എല്ലാവരും കൂടി ഇങ്ങോട്ട് ചാടി അങ്ങോട്ട് ഏറ്റ് നമ്മൾ ഈ ഡോറിന്റെ സൈഡിലോട്ട് വരും. എന്ന് വെച്ചിട്ട് പേഴ്സ് എടുത്തിങ്ങനെ വലിച്ചേറാണ് ഇങ്ങനെ ഈ പൈസ. എന്തിന്റെ ആവശ്യമാ? ദൈവത്തിനൊന്നും ഒരു കാശിന്റെ ആവശ്യമില്ല. നമ്മൾ ഈ വലിച്ചെറിയുന്ന ഈ നാണയത്തൂട്ട് അങ്ങോട്ട് കിട്ടിയിട്ട് അവരെന്നെ 2 നില ബംഗ്ലാവ് പണിയാൻ പോകുന്നുണ്ടോ? അല്ലെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് കൊടുക്കാൻ പോകുന്നുണ്ടോ? ഒന്നുമില്ല. കാശിന് ആവശ്യം നമുക്കാണ് എന്നും പറഞ്ഞ് അമ്പലത്തിനോ പള്ളിക്കോ ഒന്നും വേണ്ടെന്നല്ല. അമ്പലത്തിന്റെ ആയാലും പള്ളിയുടെ ആയാലും ഏത് ദേവാലയത്തിന്റെ ആയാലും അറ്റകുറ്റപ്പണികൾക്കും അല്ലെങ്കിൽ അവരുടെ മറ്റു പൂജകൾക്കും ഒക്കെ കാശ് വേണം, നമ്മൾ കൊടുക്കണം. പക്ഷെ അതിനാ കൊടുക്കേണ്ടതായ ഒരു രീതിയുണ്ട്. നമ്മളിങ്ങനെ തല്ലിപ്പേടച്ച് ഇങ്ങനെ 1 രൂപ കോയിനോ 2 രൂപ കോയിനോ എറിയേണ്ട ഒരു കാര്യവുമില്ല. നമ്മൾക്ക് സാഹചര്യം വെക്കുമ്പോൾ നമ്മൾ പള്ളിയിലായാലും അമ്പലത്തിലായാലും പോവുക, നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നേരാമണ്ണം ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമുക്ക് ആരെയും ഒന്ന് വലിച്ചെറിഞ്ഞിട്ട് വന്നാൽ നമ്മൾ അത് സ്വീകരിക്കും. നമ്മളൊരു ധർമ്മം കൊടുക്കാനായിട്ട് വന്നേ, അവർക്ക് ഇതേ കിടക്കെന്നും പറഞ്ഞിട്ട് കൊടുത്ത് അവർ ആ ധർമ്മക്കാർ നമ്മുടെ ചെവിക്കലിട്ട് തന്നിട്ട് പോകും. അവർക്ക് പോലും നമ്മൾ എത്ര ബഹുമാനത്തോടെയാണ് നമ്മളൊരു നേർച്ച കൊടുക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് വരുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഇച്ചിരി പൈസ ആയിക്കോട്ടെ, നമ്മൾ എത്ര ബഹുമാനത്തോടെ അവർക്ക് കൊടുക്കുന്നത്. ആ ഒരു ബഹുമാനം പോലും ആരും ദേവാലയങ്ങളിൽ ഇരിക്കുന്ന ദൈവങ്ങൾക്ക് കൊടുക്കാറില്ല. ഈ വലിച്ചേറും അല്ല, ശരിയല്ല ഞാൻ ഈ പറയുന്നത്? അങ്ങനെ വലിച്ചെറിഞ്ഞിട്ടുണ്ടായ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ഞങ്ങളുടെ അവിടെ ഒരു പള്ളിയുടെ പേര് നമ്മൾ പറയുന്നത് ശരിയല്ല. ഇതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള പള്ളിയാണ്. ഇങ്ങനെ ബസ്സിൽ പോയപ്പോ ഇങ്ങനെ പൈസ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് കൊടുത്ത ചെന്ന് എന്നാ കാണിച്ചു, എരഗതിയില്ല പരഗതി ഇല്ലാത്ത ഒരു പുള്ളിക്കാരുടെ കണ്ണിൻ്റെ അകത്തോട്ടെ ചെന്നാ പൈസ കയറിയത്. ആ പുള്ളിക്കാരുടെ ആ കണ്ണങ്ങ് പോയി. വണ്ടിയിലിരുന്നവരാരാ ഏതാ, അന്നൊന്നും ഈ ക്യാമറ പരിപാടിയും കാര്യമൊന്നുമില്ല. അവരുടെ കണ്ണൊരെണ്ണം നഷ്ടപ്പെട്ടത് മിച്ചം അവരെന്നിട്ട് പരാതി കൊടുത്തു, കേസ് കൊടുത്തു. പിന്നെ എന്തായാലും ആ പള്ളിക്കാർ അത് ഏറ്റെടുത്ത് അവരുടെ ചികിത്സാ ചെലവുകളും മുഴുവൻ കാര്യങ്ങളും എല്ലാം വഹിച്ച് മാസാമാസം ഒരു തുക പള്ളിയിൽ നിന്ന് അവർക്കിപ്പൊ കൊടുക്കുന്നുമുണ്ട്. ഈ വലിച്ചെറിഞ്ഞ് മറ്റുള്ളവരുടെ കണ്ണും മൂക്കും കളയേണ്ട വല്ല കാര്യമുണ്ട്? എന്തിന്റെ ആവശ്യമാണ് ഇങ്ങനെയുള്ളത്? പണ്ടുണ്ടല്ലോ, എനിക്കും ഇതൊരു അറിവില്ലായിരുന്നു കേട്ടോ. ഇവരുടെ ഈ കണ്ണ് പോയ പിന്നെയാണ് ഞാനും ഇതിനെക്കുറിച്ച് ചിന്തിച്ചത്. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് അതിലേ പോയപ്പോഴാണ് ഈ പള്ളി കണ്ടപ്പോഴാണ് ഞാൻ ഓർത്ത് നിങ്ങളോടും കൂടെ ഇങ്ങനെ ഒരു കാര്യം പറയാം. നിങ്ങൾ ഇങ്ങനെയുള്ള തെറ്റൊന്നും ആവർത്തിക്കരുത്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ നമ്മുടെ MLA-മാരുടെയോ അല്ലെ മുഖ്യമന്ത്രിയുടെയോ അല്ലെ ഏതെങ്കിലും ഒരു പോലീസ് അല്ലെ ഏതെങ്കിലും ഒരു പ്രമുഖനായ ഒരു വ്യക്തിയുടെ നേരെ ഇതുപോലെ ഒരു കോയിൻ എറിയോ എടുക്കുകയോ ചെയ്താലത്തെ അവസ്ഥ എന്താ? നമ്മൾ പിറ്റേ ദിവസം എവിടെ പോയി കിടക്കും? ഒന്ന് സ്വാഭാവികമായിട്ട് ചിന്തിക്കാനായിട്ട് നമുക്ക് പറ്റുമല്ലോ. അത്രയും പോലും വില ഇപ്പം നമ്മൾ ദൈവങ്ങൾക്ക് കൊടുക്കാറില്ല.
അതല്ല ഇതിൻ്റെ അകത്തെ വാസ്തവം. നമ്മൾ എത്ര പേരിങ്ങനെ, നിങ്ങളിൽ എത്ര പേരിങ്ങനെ കോയിനൊക്കെ ഇങ്ങനെ എറിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും ആ തെറ്റ് ആവർത്തിക്കരുത് കേട്ടോ. ദൈവത്തിന് ഒരിക്കലും കാശിന്റെ ആവശ്യമില്ല. നമ്മൾ ഒരു നേർച്ച കൊടുത്താൽ അതിൻ്റെതായ ചിട്ടവട്ടങ്ങളും നിയമവും അനുസരിച്ച് മാത്രം വേണം നമ്മൾ അത് ചെയ്യാൻ കേട്ടോ. നമ്മൾ മനസ്സിൽ ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ എന്താ പുല്ലേന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വലിച്ചെറിയുന്ന കോയിൻ കൊണ്ട് ദൈവത്തിനും ഒരു പ്രയോജനവുമില്ല. നമ്മൾ മനസ്സിൽ ഓർക്കുന്ന കാര്യങ്ങൾക്കും ഒരു പ്രയോജനവുമില്ല. വെറുതെ ആ കോയിൻ പോയി എന്നുള്ളതല്ല, കഴിഞ്ഞ് യാതൊരു പ്രയോജനവും ഇല്ലെന്നേ. എന്തിനാ വെറുതെ വലിച്ചെറിയുന്നത്? നമ്മുടെ നേരെ ഒരു നേരത്തെ വിശക്കുന്നതിന് കൈ നീട്ടുവോ, അല്ലെങ്കിൽ ഒന്ന് ഉടുക്കാൻ തുണിയില്ലാത്തവനോ, അല്ല ഒരു നേരം മരുന്നിനോ വേണ്ടി കൊടുത്താലുണ്ടല്ലോ, അത് വലിയ പുണ്യമാണ്. അത് അല്ലാതെ ദൈവത്തിനൊന്നും വലിച്ചെറിഞ്ഞൊന്നും ഇട്ട് കാശ് കൊടുക്കരുത്. ദൈവം ഉണ്ടല്ലോ ഇങ്ങനെ മുഖം നോക്കിയിരിക്കുന്ന ദൈവം മുഖം ഇങ്ങനെ തിരിച്ചു കളയും നമ്മുടെ നേരെ. ചെവിക്കല ദൈവത്തിനുണ്ടല്ലോ ആ ഇരിക്കുന്ന പ്രതിമയ്ക്കുണ്ടല്ലോ ജീവനുണ്ട്, ഏറ്റവും നമ്മുടെ കർണക്കുറ്റി അടിച്ച് പൊട്ടിക്കും ഇങ്ങനത്തെയൊക്കെ പണി കാണിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കോയിൻ എറിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും വന്ന് ഉറപ്പായിട്ടും വന്നുണ്ടല്ലോ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നോർത്തോണ്ട് ആരും വന്ന് ഒരു മതത്തിലും പെട്ടവർ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് കേട്ടോ. ഞാൻ അറിഞ്ഞതും എനിക്ക് പറ്റിയ അബദ്ധവും അല്ല ഞാൻ കണ്ടതുമായ കാര്യങ്ങളും മാത്രമാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കേ.